എല്ലാ കൂട്ടുകാർക്കും ക്വിസ് മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി അക്ഷരമുറ്റം സബ് ജില്ലാ ക്വിസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നാക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടാനുള്ള പ്രമേയം എന്നാണ് നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചത്? ഉത്തരം 24 ജൂൺ 2024. അടുത്ത ചോദ്യം, ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ തലസ്ഥാനം ഏതാണ്? ഉത്തരം അമരാവതി. അടുത്ത ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പേരിൽ ദ്വീപിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? ഉത്തരം പനാമ. അടുത്ത ചോദ്യം, വയനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ സ്ഥാപിച്ച രാജ്യത്തെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സ്മാർട്ട് ഫെൻസ് പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം എലിഫെൻസ്. അടുത്ത ചോദ്യം, 2024 ജൂണിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ടീം ഏതാണ്? ഉത്തരം അർജൻറ്റീന. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 250 വിക്കറ്റ് പൂർത്തിയാക്കിയ രണ്ടാമത്തെ ഇന്ത്യൻ താരം ആരാണ്? ഉത്തരം ദീപ്തി ശർമ്മ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേന പരീക്ഷിച്ച ഏറ്റവും ശക്തമായ ആണവ ഇതര സ്ഫോടക വസ്തുവിൻ്റെ പേര് എന്താണ്? ഉത്തരം സെബെക്സ് 2. അടുത്ത ചോദ്യം, 2024 T20 ലോകകപ്പിൻ്റെ ഫൈനലിൽ സ്മാർട്ട് ക്യാച്ച് ഓഫ് ദി മാച്ച് അവാർഡ് നേടിയത് ആരാണ്? സ്മാർട്ട് ക്യാച്ച് ഓഫ് ദി മാച്ച് അവാർഡ്. ഉത്തരം സൂര്യകുമാർ യാദവ്. അടുത്ത ചോദ്യം, L1 പോയിന്റിന് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ ഇന്ത്യയുടെ ആദിത്യ L1 ദൗത്യം എത്ര ദിവസമെടുത്തു? ഉത്തരം 178 ദിവസം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയ ക്രിമിനൽ നിയമപ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ്? ഉത്തരം ഗ്വാളിയോറിൽ. അടുത്ത ചോദ്യം, 2024 20ാമത് പി കേശവദേവ് സാഹിത്യ അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. അടുത്ത ചോദ്യം, സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി MVD വികസിപ്പിച്ചെടുത്ത ആപ്പിൻ്റെ പേര് എന്താണ്? ഉത്തരം വിദ്യാവാഹൻ. അടുത്ത ചോദ്യം, 2029 ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ഭീമൻ ചിഹ്നഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം അപ്പോഫിസ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ CNGയിൽ പ്രവർത്തിക്കുന്ന ബൈക്ക് പുറത്തിറക്കിയത് ഏത് കമ്പനിയാണ്? ഉത്തരം ബജാജ്. അടുത്ത ചോദ്യം, ദൃശ്യകലയുടെ മേഖലയിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ഉത്തരം സുരേന്ദ്രൻ നായർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആനകളുടെ കണക്കെടുപ്പ് 2024 പ്രകാരം കേരളത്തിലെ കാട്ടാനകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 1793 കാട്ടാനകൾ. അടുത്ത ചോദ്യം, NDA സർക്കാരിൽ സുരേഷ് ഗോപി MPക്ക് എന്ത് വകുപ്പാണ് നൽകിയത്? ഉത്തരം ടൂറിസവും പെട്രോളിയവും. അടുത്ത ചോദ്യം, ഈ വർഷത്തെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ ബഷീർ ബാല്യകാല സഖി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ഡോക്ടർ MN കാരശ്ശേരി. അടുത്ത ചോദ്യം, 15 സ്വാതന്ത്ര്യസമര സേനാനികളുടെ പ്രതിമകൾ സ്ഥാപിക്കുന്ന പ്രേരണാ സ്ഥലം ഏത് സ്ഥലത്താണ് വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം പാർലമെൻറ്റ് ഹൗസ്. അടുത്ത ചോദ്യം, പാവോ നൂർമി ഗെയിംസിൽ കന്നി സ്വർണം നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം നീരജ് ചോപ്ര. അടുത്ത ചോദ്യം,
ഏറ്റവും കൂടുതൽ യൂറോ കപ്പ് ടൂർണമെൻറ്റുകളിൽ കളിച്ച താരം ആരാണ്? ഉത്തരം ക്രിസ്ത്യാനോ റൊണാൾഡോ. അടുത്ത ചോദ്യം, നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ മേധാവി ആരാണ്? ഉത്തരം മാർക്ക് റൂട്ടെ. അടുത്ത ചോദ്യം, 2024 ജൂൺ 23 ISRO അതിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ലാൻഡിംഗ് പരീക്ഷണം വിജയകരമായി നടത്തിയ പുനരുപയോഗ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്താണ്? ഉത്തരം പുഷ്പക്. അടുത്ത ചോദ്യം, 2024 ജൂണിൽ വാർത്തകളിൽ നിറഞ്ഞ പാവോ നൂർമി സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? ഉത്തരം ഫിൻലാൻഡ്. അടുത്ത ചോദ്യം, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തിന് ശേഷം കേരളത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ഏത് പേരിൽ കോബ്രാൻഡ് ചെയ്യും? ഉത്തരം ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. അടുത്ത ചോദ്യം, 2024 T20 വേൾഡ് കപ്പ് ജേതാവായത് ഏത് രാജ്യമാണ്? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, ഏത് സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്തെ കിഴക്കിൻ്റെ സ്കോട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നു? ഉത്തരം മേഘാലയ. അടുത്ത ചോദ്യം, രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം വിഴിഞ്ഞം. അടുത്ത ചോദ്യം, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് എന്താണ്? ഉത്തരം കുംബ്രി. അടുത്ത ചോദ്യം, 2024 മെയ് 30 പ്രഖ്യാപിച്ച കേരള സ്റ്റേറ്റ് പ്രൊഫഷണൽ തിയേറ്റർ അവാർഡിൽ ഒന്നാം സ്ഥാനം നേടിയ നാടകം ഏതാണ്? ഉത്തരം മണികർണിക. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ ഏത് ഭാരോദ്വഹന വിഭാഗത്തിലാണ് വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടത്? ഉത്തരം വനിതകളുടെ 50 കിലോ വിഭാഗം. അടുത്ത ചോദ്യം, 200 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ദേശീയ പക്ഷിയായി US സെനറ്റ് ഔദ്യോഗികമായി അംഗീകരിച്ച പക്ഷി ഏതാണ്? ഉത്തരം ബാൾഡ് ഈഗിൾ. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിനോട് പരാജയപ്പെട്ട 4 തവണ ഗുസ്തി ലോക ചാമ്പ്യൻ്റെ പേരെന്താണ്? ഉത്തരം ജപ്പാൻ്റെ യുയി സുസാക്കി. അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നേടിയ മെഡൽ ഏതാണ്? ഉത്തരം വെള്ളി മെഡൽ. അടുത്ത ചോദ്യം, കൃഷിവകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം വെളിച്ചം. അടുത്ത ചോദ്യം, കൃഷിവകുപ്പിൻ്റെ പദ്ധതികൾ മികവോടെ നടപ്പിലാക്കിയ കൃഷിഭവനുള്ള അവാർഡ് ലഭിച്ചത് ഏത് കൃഷിഭവനാണ്? ഉത്തരം പുതൂർ കൃഷിഭവൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിനോടുള്ള ആദരസൂചകമായി പിൻവലിച്ച ജേഴ്സി നമ്പർ ഏതാണ്? ഉത്തരം 16. അടുത്ത ചോദ്യം, പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ എത്ര ദൂരം എറിഞ്ഞാണ് നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടിയത്? ഉത്തരം 89.45 മീറ്റർ. അടുത്ത ചോദ്യം, ഏറ്റവും അധികം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയെന്ന സ്വന്തം റെക്കോർഡ് തിരുത്തിയത് ആരാണ്? ഉത്തരം കാമി ഋത ഷെർപ്പ. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.